ജ്യൂസിൽ വിഷം കലർത്തി നൽകിയ ആൺസുഹൃത്തായ ഷാരൂണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. ഏറെക്കുറെ സമാനമായ രീതിയിലാണ് കോതമംഗലത്തും അദീന ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത്. അൻസിലിനെ എനർജി ഡ്രിങ്കായ റെഡ് ബുള്ളിൽ കളനാശിനി കലർത്തി നൽകിയാണ് അദീന കൊലപ്പെടുത്തിയത്. റെഡ് ബുള്ളിന്റെ ക്യാനുകൾ അദീനയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കളനാശിനി നൽകിയുള്ള ക്രൂരമായ കൊലപാതകമാണ് കോതമംഗലത്ത് നടന്നതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. അപ്പോഴും കളനാശിനി എന്തിൽ കലർത്തി നൽകിയാണ് കൊലപ്പെടുത്തിയതെന്ന പ്രസക്തമായ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനാണ് കോതമംഗലം പോലീസ് ഉത്തരം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി എനർജി ഡ്രിങ്കായ റെഡ് ബുൾ ഉപയോഗിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് അദീന അൻസിലിന് കളനാശിനി കലർത്തി റെഡ് ബുൾ നൽകിയത്. റെഡ് ബുള്ളിന്റെ ക്യാനുകൾ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 മാസത്തെ ആസൂത്രണം കഴിഞ്ഞ മാസം 30-ന് കൃത്യം നടപ്പിലാക്കാനാണ് അദീന തീരുമാനിച്ചത്. കൃത്യം ആസൂത്രണം ചെയ്ത ദിവസം ഈ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് പ്രതി അദീന അൻസിലിന്റെ മൊബൈലിലേക്ക് നിരവധി തവണയാണ് വിളിച്ചത്. എന്നാൽ അൻസിൽ വരാൻ കൂട്ടാക്കിയില്ല. ഒപ്പം അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇതോടെ സുഹൃത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചാണ് അൻസിലിനെ ഇവിടേക്ക് വരുത്തിച്ചത്. ലഹരിക്കടിമയായ അൻസിൽ വീട്ടിലേക്ക് എത്തിയതും ലഹരി ഉപയോഗിച്ച ശേഷമായിരുന്നു. ഈ സാഹചര്യം കൂടി മുതലെടുത്താണ് അൻസിലിന് പ്രതി റെഡ് ബുള്ളിൽ കളനാശിനി കലർത്തി നൽകിയത്. കൊലപ്പെടുത്തുന്നതിന് മുൻപ് വീട്ടിലെ CCTV ക്യാമറകൾ തകരാറിലാക്കി തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങളും പ്രതി നടത്തിയിരുന്നു. പ്രതിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. ഇന്നലെ കളനാശിനി വാങ്ങിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മുൻപ് തന്നെ ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ച് അദീന നൽകിയ പരാതിയിൽ അൻസിലിനെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ് പിൻവലിക്കണമെന്ന് അൻസിൽ നിരന്തരമായി ആവശ്യപ്പെട്ടു. അതിനായി പണവും വാഗ്ദാനം ചെയ്തു. പണം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ കേസ് പിൻവലിച്ചെങ്കിലും പണം നൽകാൻ അൻസിൽ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ പലപ്പോഴായി തർക്കങ്ങളുണ്ടായി. പിന്നാലെയായിരുന്നു ക്രൂരകൃത്യം. റിപ്പോർട്ടർ, കൊച്ചി.